പ്രീതികര സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രത്തില് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുറപ്പിച്ചത് പ്രധാനമായും സൈമൺ കമ്മീഷൻ റിപ്പോർട്ടും സൈമൺ കമ്മീഷന്റെ ആധികാരികമായ വിവരങ്ങളുമാണല്ലേ. നമ്മൾ ഇന്നേ ദിവസം പഠിക്കാൻ പോകുന്നത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ച്. ആധികാരികമായി PSC ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമേഖലയാണ് ഈ വട്ടമേശ സമ്മേളനങ്ങൾ. നോക്കാം. വട്ടമേശ സമ്മേളനം നടന്നത് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചാണ്. ലക്ഷ്യം ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക. എന്തുകൊണ്ടാ അങ്ങനെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞേ? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പരിഷ്കാരം എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പരിശോധിക്കുവാനാണ് സൈമൺ കമ്മീഷൻ വരിക. സൈമൺ കമ്മീഷനിൽ ഇന്ത്യക്കാരും അംഗങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് സൈമൺ കമ്മീഷനുമായി ചർച്ച ചെയ്യാൻ പോലും ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായില്ല. ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് ലക്ഷ്യം. കൂടാതെ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യുക. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് എന്താ പറഞ്ഞേ? ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അനുമതി ഇല്ലാതെ തന്നെ ഗവൺമെന്റ് സ്വയം ഇലക്ഷൻ നടത്തുക. അങ്ങനെ ഇലക്ഷൻ നടത്തുമ്പോൾ മത്സരിക്കുന്നവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സർക്കാർ രൂപീകരിക്കുക. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണ പരിഷ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഉത്തരവാദിത്ത ഭരണം കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ പിന്തുണച്ചില്ല. പിന്തുണച്ച ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയായിരുന്നു. അവര് 1924 കൽക്കട്ട കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ഭരണസമിതി രൂപീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് സ്വരാജ് പാർട്ടിയിലെ അംഗങ്ങൾ ഒന്നും തന്നെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നത് യാഥാർത്ഥ്യവുമാണ്. അപ്പോ അത്തരത്തില് ഇന്ത്യയിലെ എല്ലാ പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം നടപ്പിലാക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നതായിരുന്നു. ഇതായിരുന്നു പ്രധാന നിർദ്ദേശം കേട്ടോ. അപ്പോൾ വട്ടമേശ സമ്മേളനം നടന്ന എവിടെ വെച്ചാ? ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ച്. ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നതാണ് ലക്ഷ്യം. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യുക എന്നതാണ് ലക്ഷ്യം. കൂടാതെ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണ പരിഷ്കാരത്തെക്കുറിച്ചും ചർച്ച ചെയ്യുക. ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബ്രിട്ടീഷ് രാജാവായ ജോർജ് അഞ്ചാമനായിരുന്നു. ഒന്നാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത് 1930 നവംബർ മാസം 12-ാം തീയതി. അധ്യക്ഷത വഹിച്ചത് അപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ്. ഓക്കെ അല്ലെ? നമ്മുടെ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് അയക്കുന്നത് ബാൾഡിനാണ്. ഇവിടെ വട്ടമേശ സമ്മേളനം നടക്കുമ്പോഴാ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ് ആണ്. അപ്പോഴത്തെ വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭു. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ഈ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് CP രാമസ്വാമി അയ്യർ. സർ CP രാമസ്വാമി അയ്യർ. അതെന്താ? ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ വൈസ്രോയിയുടെ പ്രതിനിധിയായിട്ട്. കാരണം ആ കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കണമല്ലോ. അപ്പൊ അതേക്കുറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അപ്പോ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് സർ CP രാമസ്വാമി അയ്യർ. ആകെ 89 പ്രതിനിധികൾ പങ്കെടുത്തു. ഓക്കെ. അപ്പൊ ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമൻ രാജാവ്. ആരംഭിച്ചത് 1930 നവംബർ മാസം 12-ാം തീയതി. അധ്യക്ഷൻ റാംസേ മക്ഡൊണാൾഡ് എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അപ്പോഴത്തെ ഇന്ത്യയുടെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് സർ CP രാമസ്വാമി അയ്യർ. ആകെ 89 പ്രതിനിധികൾ പങ്കെടുത്തു. പങ്കെടുത്ത പ്രമുഖർ: ഒന്ന്, അംബേദ്കർ. അധസ്ഥിത വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക എന്ന ലക്ഷ്യം നിറവേറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. രണ്ട്, തേജ് ബഹദൂർ സപ്രു, ലിബറൽ പാർട്ടിയുടെ പ്രതിനിധിയായി. മുഹമ്മദ് അലി ജിന്ന, ആഘാ ഖാൻ എന്നിവർ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി പങ്കെടുക്കാത്തത് കൊണ്ട് ഈ സമ്മേളനത്തിൽ കൂടുതൽ ചർച്ചകളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യുക എന്നാണല്ലോ ലക്ഷ്യം. ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല. ഒടുവിൽ 1931 ജനുവരി 19-ാം തീയതി ഈ ഒന്നാം വട്ടമേശ സമ്മേളനം അവസാനിക്കുക. എന്നിട്ട് ഇർവിൻ പ്രഭുവിനോട് ബ്രിട്ടീഷ് പാർലമെന്റ് ആവശ്യപ്പെട്ടു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയെ അടുത്ത വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടണം. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതായിരുന്നു ആരുടെ കാഴ്ചപ്പാട്? ബ്രിട്ടീഷുകാരുടെ. ബ്രിട്ടീഷുകാർക്ക് ഒരു നിയമം നിർമ്മിക്കാൻ പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ അനുമതി വേണ്ട. പക്ഷേ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ് പറഞ്ഞു, ഇന്ത്യക്കാരുമായി ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് നയരൂപീകരണം നടത്താം. ആ ഒരു കാഴ്ചപ്പാടിനെയാണ് ഇന്ത്യയിലെ അക്കാലഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ വിമർശിച്ചത്.
ലളിതമായി പറഞ്ഞാൽ ഈ 3 വട്ടമേശ സമ്മേളനത്തിലും മെച്ചപ്പെട്ട ഒരു ചർച്ച ഉണ്ടായില്ല എന്ന് പറയേണ്ടി വരും. അവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്നയിച്ചത് ഡോക്ടർ ബി.ആർ. അംബേദ്കറാണ്. അധസ്ഥിതർക്ക് വേണ്ടി പ്രത്യേക നിയോജക മണ്ഡലം രൂപീകരിക്കണമെന്ന് പറഞ്ഞു. അത് ബ്രിട്ടീഷുകാർ അംഗീകരിച്ചുകൊണ്ട് കമ്മ്യൂണൽ അവാർഡ് പാസാക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നും കൃത്യമായ ആശയങ്ങൾ പങ്കിടുവാനോ ചർച്ച ചെയ്യാനോ തയ്യാറായില്ല. ഒടുവിൽ ബ്രിട്ടീഷുകാർ അവരുടെ ആശയങ്ങൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യക്കാരുമായി ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും ബ്രിട്ടീഷ് പാർലമെന്റ് നടപ്പിലാക്കേണ്ട കാര്യം നടപ്പിലാക്കുമെന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ചർച്ച ചെയ്യാൻ അവരുടെ സന്നദ്ധത മുന്നോട്ട് വെച്ചപ്പോൾ ഇന്ത്യക്കാർ തന്നെ അംഗീകരിച്ചില്ല. ഇനി ഇന്ത്യ അംഗീകരിക്കാത്തതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. എന്താണ്? ഉം. ഇന്ത്യക്കാർ അംഗീകരിക്കാത്തതിന് പ്രധാന കാരണം ഞങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഒരു അധികാരമല്ല വേണ്ടത്. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്നുള്ള പൂർണ്ണമായുള്ള വിമോചനമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതായിരുന്നു ആരുടെ കാഴ്ചപ്പാട്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാഴ്ചപ്പാട്. മനസ്സിലായോ? അതുകൊണ്ട് തങ്ങളുടെ ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഒരു അധികാരം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൽപരരല്ല എന്ന് ആര് പറയുന്നേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മനസ്സിലായോ? അപ്പൊ സഭയുടെ 2 ഭാഗത്തും ശരിയും തെറ്റും ഉണ്ട്. പക്ഷെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഒരു അധികാരമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലല്ലാത്ത പൂർണ്ണ സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വരാജാണ് വേണ്ടത് എന്ന കാഴ്ചപ്പാടായിരുന്നു. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? 1-ാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജോർജ് 5-ാമൻ രാജാവ്. ആരംഭിച്ചത് 1930 നവംബർ 12. അധ്യക്ഷൻ റാംസെ മക്ഡൊണാൾഡ് എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. വൈസ്രോയി എന്ന് പറയുന്നത് ഇർവിൻ പ്രഭു ആയിരുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി പങ്കെടുത്തത് ആരാ? സർ സി.പി. രാമസ്വാമി അയ്യർ. ആകെ 89 പ്രതിനിധികൾ 1-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. പങ്കെടുത്ത പ്രമുഖർ ഒന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി, തേജ് ബഹദൂർ സപ്രു ലിബറൽ പാർട്ടി പ്രതിനിധിയായിട്ട്, മുഹമ്മദ് അലി ജിന്ന ആഘാ ഖാൻ എന്നിവര് മുസ്ലിം ലീഗിന് വേണ്ടി. സമ്മേളനം അവസാനിച്ചത് 1931 ജനുവരി 19. കൂടുതൽ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇർവിൻ പ്രഭുവിനോട് ബ്രിട്ടീഷ് പാർലമെന്റ് ആവശ്യപ്പെട്ടത് പ്രകാരം അദ്ദേഹം ഗാന്ധിജിയുമായി സംസാരിക്കുന്നു. അങ്ങനെ ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെക്കുന്നു. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് ഡൽഹിയിൽ വെച്ചായതുകൊണ്ട് ഇത് ഡൽഹി ഉടമ്പടി എന്നും അറിയപ്പെടുന്നു. ഉടമ്പടി ഒപ്പുരേഖപ്പെടുത്തിയത് 1931 മാർച്ച് 5-ാം തീയതി. ആരൊക്കെ തമ്മില്? ഇർവിൻ പ്രഭുവും ഗാന്ധിജിയും തമ്മിൽ. ഈ ഉടമ്പടിയുടെ ഉള്ളടക്കം ഇതായിരുന്നു: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. ആ കാലഘട്ടത്തിൽ നിയമലംഘന പ്രസ്ഥാനം നടക്കുക, നിയമം ലംഘിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തെ, അധികാരത്തെ ചോദ്യം ചെയ്യാണ്. ബ്രിട്ടീഷുകാരുടെ അധികാരത്തെ ചോദ്യം ചെയ്യാണ് നിയമലംഘന പ്രസ്ഥാനം. അപ്പോ ഗാന്ധിജി പറഞ്ഞു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്ന കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് നിയമലംഘന പ്രസ്ഥാനം നമ്മൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു. 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും എന്ന കാഴ്ചപ്പാടോടുകൂടി ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും 2-ാം വട്ടമേശ സമ്മേളനത്തിൽ എത്തിച്ചേരുകയാണ്. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് ഡൽഹിയിൽ വെച്ചായതുകൊണ്ട് ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഡൽഹി ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഡൽഹി ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? പിന്നെ പറയുന്നു 1931 മാർച്ച് 5-ാം തീയതിയാണ് ഉടമ്പടി ഒപ്പുവെക്കുക. ആരൊക്കെ? ഇർവിൻ പ്രഭുവും ഗാന്ധിജിയും. 1931 മാർച്ച് 5 ഡേറ്റ് മാർക്കരുത്. ഉള്ളടക്കം എന്താണ് ഉടമ്പടിയുടെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. കാരണം ഗാന്ധിജി ഉൾപ്പെടെയുള്ളവരുടെ ആഗ്രഹം ഇതാണ്. ഇപ്പൊ തൽക്കാലം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം നമ്മൾ താൽക്കാലികമായി അവസാനിക്കുന്നു. അവിടെ പോയിട്ട് ബ്രിട്ടീഷുകാരുമായി നമ്മൾ സംസാരിച്ച് എന്ത് ചെയ്യും? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കും. ആ ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത്. പക്ഷെ അവിടെ സംഭവിച്ചത് എന്തെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ വിമർശിച്ച നേതാക്കളുണ്ട്. ദേശീയ നേതാക്കളായ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ എതിർത്തു. എന്താണ് എതിർക്കുവാനുള്ള കാരണം? ദേശീയ ആവശ്യങ്ങളൊന്നും ഗവൺമെന്റ് പരിഗണിച്ചില്ല. പരിഗണിക്കാതെ വട്ടമേശ സമ്മേളനത്തിൽ പോകേണ്ട ആവശ്യമില്ല എന്നൊരു കാഴ്ചപ്പാടാണ് ഇവർക്ക്. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരുടെ വധശിക്ഷ ജീവപര്യന്തമാക്കണമെന്ന ആവശ്യം ബ്രിട്ടീഷുകാർ അംഗീകരിച്ചില്ല. അംഗീകരിച്ചാൽ ഞങ്ങൾക്ക് പങ്കെടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഈ കാര്യങ്ങളൊന്നും തന്നെ ഗാന്ധിജി ഇർവിനോട് ആവശ്യപ്പെട്ടുമില്ല. ഉടമ്പടിയിൽ ഇതൊന്നും ഉൾക്കൊള്ളിച്ചുമില്ല. മനസ്സിലായോ? ഓക്കെ. അപ്പോ പൊതുവായി ഇന്ത്യക്കാരുടെ ആവശ്യം ഇതായിരുന്നു. എന്തൊക്കെ?
ദേശീയ ആവശ്യങ്ങൾ, ദേശീയ താല്പര്യം ഗവൺമെന്റ് അംഗീകരിക്കണം. ആര്? ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിക്കണം. ഭഗത് സിംഗ്, സുഖ്ദേവ് രാജ്ഗുരു എന്നിവരുടെ വധശിക്ഷ ജീവപര്യന്തമാക്കിയെങ്കിലും കുറയ്ക്കണമെന്ന് സി.ആർ. ദാസും ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് നമ്മുടെ ഭഗത് സിംഗിന് വേണ്ടി വാദിച്ചത് കോടതിയിൽ. 1931 ഫെബ്രുവരി മാസം 14-ാം തീയതി അവസാന അപ്പീലും തള്ളി. ഒടുവില് ഇങ്ങനെ ഒരു ഗാന്ധിയൻ ഉടമ്പടി ഒപ്പുവെക്കുമ്പോ ഈ ഒരു ആവശ്യം അവിടെ പറയണം എന്നതായിരുന്നു ആരുടെ ആവശ്യം? ജവഹർലാൽ നെഹ്റുവിന്റെ, സുഭാഷ് ചന്ദ്രബോസിന്റെ. പക്ഷേ ഗാന്ധിജി അക്കാര്യങ്ങളൊന്നും അവിടെ സംസാരിച്ചില്ല എന്നാണ് ചരിത്രം പറയുന്നത് കേട്ടോ. ഒരുപക്ഷെ സംസാരിച്ചിരുന്നുവെങ്കിൽ ഇർവിൻ പ്രഭു അതിന് സമ്മതിച്ചേനെ. കാരണം ഏത് വിധേനയും ഇന്റർനാഷണൽ കോൺഗ്രസിനെ രണ്ടാം അധിവേശ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്നതാണ് ആരുടെ ലക്ഷ്യം? ഇർവിൻ പ്രഭുവിന്റെ. അപ്പോ ദേശീയ ആവശ്യങ്ങൾ ഒരുപക്ഷെ പറഞ്ഞാൽ അംഗീകരിക്കപ്പെടുമായിരുന്നു. ഭഗത് സിംഗിന്റെയും സുഖ്ദേവിന്റെയും രാജ്ഗുരുവിന്റെയും വധശിക്ഷ ഒഴിവാക്കണമെന്ന് പറഞ്ഞാലും അംഗീകരിക്കപ്പെട്ടേനെ. പക്ഷേ അത് ആവശ്യപ്പെടാൻ ആര് തയ്യാറായില്ല? ഗാന്ധിജി തയ്യാറല്ല. അതുകൊണ്ട് വിമർശിച്ചു. അപ്പോ ദേശീയ നേതാക്കളായ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ എതിർത്ത പ്രമുഖ നേതാക്കളാണ്. മറക്കരുത്. എന്തുകൊണ്ടാ? ദേശീയ ആവശ്യങ്ങളൊന്നും ഗവൺമെന്റ് അംഗീകരിച്ചില്ല. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരുടെ വധശിക്ഷ ജീവപര്യന്തമാക്കണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടില്ല. തുടർന്ന് രണ്ടാം അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഗാന്ധിജിയും ഇന്റർനാഷണൽ കോൺഗ്രസും പോവുകയാണ്. രണ്ടാം അന്താരാഷ്ട്ര സമ്മേളനം ആരംഭിച്ചത് 1931 സെപ്റ്റംബർ 7-ാം തീയതി. അപ്പോഴത്തെ ഇന്ത്യയുടെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവാണ്. ഇർവിൻ പ്രഭുവിന്റെ കാലാവധി കഴിഞ്ഞു. ഇന്റർനാഷണൽ കോൺഗ്രസും ഗാന്ധിജിയും പങ്കെടുത്ത ഒരേ ഒരു വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. ഇന്റർനാഷണൽ കോൺഗ്രസും ഗാന്ധിജിയും പങ്കെടുത്ത ഒരേ ഒരു വട്ടമേശ സമ്മേളനം. കൂടാതെ ഡോക്ടർ ബി.ആർ. അംബേദ്കർ അധസ്ഥിതരുടെ പ്രതിനിധിയായി പങ്കെടുത്തു. ഗാന്ധിജി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട്. പിന്നെ സരോജിനി നായിഡു വനിതകളുടെ പ്രതിനിധിയായി പങ്കെടുത്തു. തേജ് ബഹദൂർ സപ്രു ലിബറൽ പാർട്ടിയുടെ പ്രതിനിധിയായി പങ്കെടുത്തു. മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭയുടെ പ്രതിനിധിയായി പങ്കെടുത്തു. ഗാന്ധിജിയുടെ ഉപദേശകനായി ഇന്റർനാഷണൽ കോൺഗ്രസ് നിയമിച്ചത് ആരെ? മദൻ മോഹൻ മാളവ്യയായിരുന്നു. ഗാന്ധിജി പങ്കെടുക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ ഉപദേശകനായി ഇന്റർനാഷണൽ കോൺഗ്രസ് ആരെ നിയമിച്ചു? മദൻ മോഹൻ മാളവ്യയെ. പക്ഷേ ഇന്ത്യക്കാർ വിചാരിച്ചതുപോലെ, ഗാന്ധിജി വിചാരിച്ചതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊന്നുമല്ല അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അവര് വട്ടമേശ സമ്മേളനം ബ്രിട്ടീഷ് പാർലമെന്റ് എന്തിനാണ് വിളിച്ചു ചേർത്തത്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ. അത് മാത്രമേ ചർച്ച ചെയ്തു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജിയും ഇന്റർനാഷണൽ കോൺഗ്രസിലെ പ്രവർത്തകരും ഇറങ്ങിപ്പോന്നു. അതുകൊണ്ട് രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ടു. ഈ രണ്ടാം വട്ടമേശ സമ്മേളനം അവസാനിച്ചത് 1931 ഡിസംബർ മാസം 1-ാം തീയതി. ആരംഭിച്ച ഉടനെ അവസാനിച്ചില്ല. അവിടെ ചർച്ചകളൊക്കെ നടന്നു. ഇന്റർനാഷണൽ കോൺഗ്രസും ഗാന്ധിജിയും പ്രതിഷേധിച്ച് ഉറങ്ങിപ്പോയത് എന്നാ മാത്രം. മനസ്സിലായോ? അപ്പോ രണ്ടാം വട്ടമേശ സമ്മേളനം അവസാനിച്ചത് 1931 ഡിസംബർ 1-ാം തീയതി. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. രണ്ടാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത് 1931 സെപ്റ്റംബർ 7. അപ്പോഴത്തെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. ഇന്റർനാഷണൽ കോൺഗ്രസും ഗാന്ധിജിയും പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം. ഡോക്ടർ ബി.ആർ. അംബേദ്കർ അധസ്ഥിതരുടെ പ്രതിനിധിയായി പങ്കെടുത്തു. ഗാന്ധിജി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെയും. സരോജിനി നായിഡു വനിതകളുടെ പ്രതിനിധിയായി പങ്കെടുത്തു. തേജ് ബഹദൂർ സപ്രു ലിബറൽ പാർട്ടിയുടെ പ്രതിനിധിയായി. മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭയുടെ പ്രതിനിധിയായി. ഗാന്ധിജിയുടെ ഉപദേശകനെ നിയമിക്കപ്പെട്ടിരുന്നതും മദൻ മോഹൻ മാളവ്യ തന്നെ. രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ടു. കാരണം ഇന്റർനാഷണൽ കോൺഗ്രസും ഇറങ്ങിപ്പോകുന്നത് കൊണ്ട്. ഇന്ത്യക്കാരുടെ കാഴ്ചപ്പാടിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ടത് കേട്ടോ. ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാടിൽ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അവര് ചർച്ച കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ചെയ്തു. രണ്ടാം വട്ടമേശ സമ്മേളനം അവസാനിച്ചത് 1931 ഡിസംബർ മാസം 1-ാം തീയതി. ഓക്കെ അല്ലേ? ഏകദേശം 2.5 മാസത്തിലധികം ഈ സമ്മേളനം നീണ്ടു. ഓക്കെ. രണ്ടാം വട്ടമേശ സമ്മേളനത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഞാൻ അവരോട് അപ്പം ചോദിച്ചു, അവർ എനിക്ക് കല്ല് പ്രതിഫലമായി നൽകി. ഗാന്ധിജി ഇർവിൻ പ്രഭുവുമായിട്ടുള്ള ഒപ്പുവെച്ച ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരം പോയതെന്താ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാം. അത് ഇപ്പോ നമ്മൾ ചോദിക്കും അവർ അംഗീകരിക്കുമെന്ന രീതിയിൽ. പക്ഷെ ബ്രിട്ടീഷുകാർ അത് അംഗീകരിച്ചോ? ഇല്ല. സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിൽ എന്ത് ഭരണമാറ്റമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടതെന്ന് ചർച്ച ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഇറങ്ങിപ്പോന്നു. അതിനെ ആസ്പദമാക്കി അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ് എന്താ? ഞാൻ അവരോട് അപ്പം ചോദിച്ചു, അവർ എനിക്ക് കല്ല് പ്രതിഫലമായി നൽകി. വിൻസൻ ചർച്ചിൽ ലാളിത്യ വേഷത്തിലാണ് ഈ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ എത്തിയത്. നമുക്കറിയാം ഗാന്ധിജി ലാളിത്യ വേഷ സംവിധാനം സ്വീകരിച്ചത് എന്നായിരുന്നു? ഗാന്ധിജി ലാളിത്യ വേഷ സംവിധാനം സ്വീകരിച്ചത് 1921 മധുരയിൽ വെച്ച്, മധുരയിലെ വൈഗാ നദിക്കരയിൽ വെച്ചാണ്. തുടർന്ന് അദ്ദേഹം ലാളിത്യ വേഷത്തിലാണ്. അതായത് ഒരു മുണ്ട് പുതയ്ക്കുകയും, അതായത് തൊള്ളുകൂടെ ഇടുകയും ഒരു മുണ്ട് ഉടുത്തുകൊണ്ട്.
ഈ വേഷത്തില് ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ ഗാന്ധിജിയെ അപ്പോഴത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനായ വിൻസെന്റ് ചർച്ചിൽ എന്തെന്ന് വിളിച്ചു? അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചു. ഫക്കീർ എന്ന് പറഞ്ഞാൽ സന്യാസി എന്നർത്ഥം കേട്ടോ. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് പരിഹസിച്ചത് ആരാണ്? വിൻസെന്റ് ചർച്ചിലാണ്. തുടർന്ന് പരാജയപ്പെട്ടല്ലോ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ട സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വരാജ് കിട്ടിയില്ല. അതിനെക്കുറിച്ച് ബ്രിട്ടീഷുകാര് ചർച്ച ചെയ്തുമില്ല, വാഗ്ദാനം ചെയ്തുമില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധി അറിവിന്റെ ഉടമ്പടി പ്രകാരം നിർത്തിവെച്ച സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിച്ചു. ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1932 ജനുവരി 3-ാം തീയതി പുനരാരംഭിച്ചപ്പോൾ റാംസെ മക്ഡൊണാൾഡ് എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി. എന്താണ്? നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ചു. നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ചു. ഇല്ലീഗൽ ഓർഗനൈസേഷൻ ആയിട്ട് അനൗൺസ് ചെയ്തു. ഇല്ലീഗൽ ഓർഗനൈസേഷൻ ആയിട്ട് അനൗൺസ് ചെയ്തത് ഏത് വർഷമാണ്? 1932. ആരാണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മക്ഡൊണാൾഡ്. നമ്മൾ INC പഠിച്ചപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വീണ്ടും ഇവിടെ ഓർമ്മിപ്പിച്ചു. എന്തുകൊണ്ടാണ് നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിച്ചത് കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിരോധിത സംഘടനയായിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. മനസ്സിലായോ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഞാനവരോടൊപ്പം ചോദിച്ചു, അവർ എനിക്ക് കല്ല് പ്രതിഫലമായി നൽകി. വിൻസെന്റ് ചർച്ചിൽ ഗാന്ധിജിയെ പരിഹസിച്ച് വിളിച്ചത് അർത്ഥനഗ്നനായ ഫക്കീർ. സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിച്ചത് 1932 ജനുവരി 3-ാം തീയതി. തുടർന്ന് 1932 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിരോധിത സംഘടനയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗാന്ധിജി എന്തുകൊണ്ട് അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ വേഷവിധാനം കണ്ടിട്ട് ഗാന്ധിജി ലാളിത്യ വേഷ സംവിധാനം സ്വീകരിച്ചത് എന്നായിരുന്നു? 1921 എവിടെ വെച്ച്? മധുരയിൽ വെച്ച്, വൈഗാ നദിക്കരയിൽ വെച്ച്. ക്ലിയർ ആണേ? അപ്പൊ രണ്ടാം വട്ടമേശ സമ്മേളനം പൂർണ്ണമായിട്ട് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ? രണ്ടാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത് 1931 സെപ്റ്റംബർ 7. അപ്പോഴത്തെ വൈസ്രോയി വെല്ലിംഗ്ടൺ ഗ്രൂപ്പ് ആയിരുന്നു. INCയും ഗാന്ധിജിയും പങ്കെടുത്ത ഒരേ ഒരു വട്ടമേശ സമ്മേളനം. പങ്കെടുത്ത മറ്റു പ്രമുഖര് ഡോക്ടർ BR അംബേദ്കർ അധസ്ഥിതരുടെ പ്രതിനിധിയായിട്ട്, ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും, സരോജിനി നായിഡു വനിതകളുടെ പ്രതിനിധിയായി, തേജ് ബഹദൂർ സപ്രു ലിബറൽ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട്, മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭയുടെ പ്രതിനിധിയായിട്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ ഉപദേശകനായി നിശ്ചയിച്ചത് മദൻ മോഹൻ മാളവ്യയെ. രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ടു. സമ്മേളനം അവസാനിച്ചത് 1931 ഡിസംബർ മാസം 1-ാം തീയതി. രണ്ടാം വട്ടമേശ സമ്മേളനത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഞാൻ അവരോട് അപ്പം ചോദിച്ചു, അവർ എനിക്ക് കല്ല് പ്രതിഫലമായി നൽകി. വിൻസെന്റ് ചർച്ചിൽ ഈ അവസരത്തിൽ ഗാന്ധിജിയെ പരിഹസിച്ച് വിളിച്ചത് അർദ്ധനഗ്നനായ ഫക്കീർ എന്നായിരുന്നു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിച്ചത് 1932 ജനുവരി 3. അതേ തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിരോധിത സംഘടനയെ പ്രഖ്യാപിക്കുന്നത് 1932 തന്നെ. അടുത്ത് പറയുന്ന മൂന്നാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത് 1932 നവംബർ മാസം 17-ാം തീയതി. ഈ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. ഇന്ത്യയുടെ ഔദ്യോഗിക രേഖയായി ധവളപത്രം പുറപ്പെടുവിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിച്ചത് 1932 നവംബറിൽ നടന്ന മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ. അതുപ്രകാരം ഇന്ത്യയുടെ ഔദ്യോഗിക രേഖ ധവളപത്രം, വൈറ്റ് പേപ്പർ പുറപ്പെടുവിച്ചത് ഏത് വർഷമായിരുന്നു? 1933 നമ്മൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പഠിച്ചപ്പോൾ അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ഔദ്യോഗിക രേഖയായി ധവളപത്രം പുറപ്പെടുവിച്ചത് 1933. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിന്റെയും വട്ടമേശ സമ്മേളനങ്ങളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും ഇന്ത്യയുടെ ഔദ്യോഗിക രേഖയായ ധവളപത്രത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയതെന്നും നമ്മൾ അവിടെ പഠിച്ചുറപ്പിച്ചിരുന്നു. ശരിയല്ലേ? അപ്പൊ ഇന്ത്യയുടെ ഔദ്യോഗിക രേഖ ധവളപത്രം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചത് മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ. അത് പ്രകാരം അവതരിപ്പിച്ചതെന്നാണ് 1933. കമ്മ്യൂണൽ അവാർഡ് പാസ്സാക്കി. അപ്പൊ കമ്മ്യൂണൽ അവാർഡ് പാസ്സാക്കിയത് ഏത് വർഷമാണ്? 1932 32 മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ. എന്തായിരുന്നു കമ്മ്യൂണൽ അവാർഡ്? അധസ്ഥിതർ, പിന്നോക്ക വിഭാഗം, ന്യൂനപക്ഷം എന്നിവർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കും. ഇതിനെ അനുകൂലിച്ച വ്യക്തിയായിരുന്നു ആര്? ഡോക്ടർ BR അംബേദ്കർ. എതിർത്ത ആളായിരുന്നു നമ്മുടെ ഗാന്ധിജി. അങ്ങനെ ഗാന്ധിജിയും അംബേദ്കറും കൂടെ ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? പൂനെ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുക 1932. അത് നിങ്ങൾക്കറിയാം, നമ്മൾ ആൾറെഡി പഠിച്ചതുമാണ് കേട്ടോ.
അപ്പോൾ കമ്മ്യൂണൽ അവാർഡ് പാസ്സാക്കി. എന്താണ് കമ്മ്യൂണൽ അവാർഡ്? അധസ്ഥിതർ, പിന്നോക്ക വിഭാഗം, ന്യൂനപക്ഷ വിഭാഗം എന്നിവർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുന്നതാണ്. ഇതിനെ അനുകൂലിച്ച വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. എതിർത്ത വ്യക്തി ഗാന്ധിജിയുമാണ്. ഗാന്ധിജിയും അംബേദ്കറും ഇത് നടപ്പിലാക്കേണ്ട, കമ്മ്യൂണൽ അവാർഡ് നടപ്പിലാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നടപ്പിലാക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്ത്? പൂനെ ഉടമ്പടി. പൂനെ ഉടമ്പടി 1932. ആരൊക്കെ തമ്മില്? ഗാന്ധിജിയും പിന്നെ ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഗാന്ധിജി ആ സമയത്ത് ജയിലിലായിരുന്നു. അതുകൊണ്ട് ഗാന്ധിജിക്ക് വേണ്ടി ഒപ്പ് രേഖപ്പെടുത്തിയത് മദൻ മോഹൻ മാളവ്യ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, ഗുഡ്. ഈ മൂന്നാം വട്ടമേശ സമ്മേളനം അവസാനിച്ചത് 1932 ഡിസംബർ മാസം 24-ാം തീയതി. 1932 നവംബർ 17 ആരംഭിച്ചു. 1932 ഡിസംബർ 24 അവസാനിക്കുകയും ചെയ്തു. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാമോ? മൂന്നാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത് 1932 നവംബർ 17. കോൺഗ്രസ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. ഇന്ത്യയുടെ ഔദ്യോഗിക രേഖ ധവളപത്രം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചു. കമ്മ്യൂണൽ അവാർഡ് പാസാക്കി. അധസ്ഥിതർ, പിന്നോക്ക വിഭാഗം, ന്യൂനപക്ഷം എന്നിവർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ രൂപീകരിക്കും. സമ്മേളനം അവസാനിച്ചത് 1932 ഡിസംബർ മാസം 24-ാം തീയതി. സമ്മേളനം അവസാനിച്ചത് 1932 ഡിസംബർ 24. സെറ്റല്ലേ? മറക്കില്ലാതെ കരുതിക്കോട്ടെ. ഗുഡ്. അടുത്ത നമ്മൾ പറയുന്നു 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രമുഖരെ. ഡോക്ടർ ബി.ആർ. അംബേദ്കർ അധസ്ഥിത വിഭാഗത്തിന്റെ പ്രതിനിധിയായി. തേജ് ബഹദൂർ സപ്രു ലിബറൽ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട്. ജാനാര ഷാനവാസ് വനിതകളുടെ പ്രതിനിധിയായിട്ട്. എം.ആർ. ജയകർ ഹിന്ദുമതത്തിന്റെ പ്രതിനിധിയായിട്ട്. എം.ആർ. ജയകർ. എൻ.എം. ജോഷി ലേബർ പാർട്ടിയുടെ നേതാവായിട്ട്. ഹെൻറി ജിറ്റ്നി ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ട്. രാമസ്വാമി മുതലിയാർ ജസ്റ്റിസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ട്. ആഗാഖാൻ മുസ്ലിം ലീഗിന്റെയും. 3 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖരെയാണ് നമ്മളിവിടെ വിശേഷിപ്പിക്കുന്നത്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ അധസ്ഥിതരുടെ പ്രതിനിധി. തേജ് ബഹദൂർ സപ്രു ലിബറൽ പാർട്ടിയുടെ പ്രതിനിധി. ജനാര ഷാനവാസ് വനിതകളുടെ പ്രതിനിധി. എം.ആർ. ജയകൻ ഹിന്ദുമതത്തിന്റെ പ്രതിനിധി. എൻ.എം. ജോഷി ലേബർ പാർട്ടിയുടെ പ്രതിനിധി. ഹെൻറി ഗിഡ്നി ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. രാമസ്വാമി മുതലിയാർ ജസ്റ്റിസ് പാർട്ടി പ്രതിനിധി. ആഗാഖാൻ മുസ്ലിം ലീഗിന്റെ. ക്ലിയർ ആണ്? പേരുകൾ ഒന്ന് ഓർത്തു വെക്കുക. PSC ചോദിക്കാറുണ്ട്. 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്തവര്. അംബേദ്കർ, തേജ് ബഹദൂർ സപ്രു, ജനാര ഷാനവാസ്, എം.ആർ. ജയകൻ, എൻ.എം. ജോഷി, ഹെൻറി ഗിഡ്നി, ദെൻ രാമസ്വാമി മുതലിയാർ, ആഗാഖാൻ. ക്ലിയർ ആണ്? അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് പ്രധാനമായും വട്ടമേശ സമ്മേളനത്തെ കുറിച്ചായിരുന്നു അല്ലെ? വട്ടമേശ സമ്മേളനങ്ങൾ പൂർണ്ണമായും നമ്മൾ പഠിച്ചു. പൂർണ്ണമായിട്ട് നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. വട്ടമേശ സമ്മേളനം നടന്നത് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ച്. ലക്ഷ്യം ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക. 2 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യുക. 3 ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണപരിഷ്കാരത്തെക്കുറിച്ചും ചർച്ച ചെയ്യുക. ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമൻ രാജാവ്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിന് തുടക്കം കുറിച്ചതാകട്ടെ 1930 നവംബർ 12. അധ്യക്ഷൻ റാംസേ മക്ഡൊണാൾഡ്. അദ്ദേഹം അപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് സർ CP രാമസ്വാമി അയ്യർ. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ആകെ 89 പ്രതിനിധികൾ പങ്കെടുത്ത മറ്റു പ്രമുഖർ ഡോക്ടർ ബി.ആർ. അംബേദ്കർ അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി. തേജ് ബഹദൂർ സപ്രു ലിബറൽ പാർട്ടി പ്രതിനിധിയായിട്ട്. മുഹമ്മദ് അലി ജിന്ന, ആഗാഖാൻ എന്നിവർ മുസ്ലിം ലീഗ് പ്രതിനിധികളായിട്ട്. ആദ്യ സമ്മേളനം അവസാനിച്ചത് 1931 ജനുവരി മാസം 19-ാം തീയതി. ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോ ഇന്റർനാഷണൽ കോൺഗ്രസോ പങ്കെടുത്തില്ല. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ അവർ ഉൾപ്പെടുത്തണമെന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരം ഇർവിൻ പ്രഭുവുമായി ഗാന്ധിജി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഒപ്പുവെച്ചത് ഡൽഹിയിൽ വെച്ചായതുകൊണ്ട് ഇത് ഡൽഹി ഉടമ്പടി എന്ന് പറയപ്പെടുന്നു. ഉടമ്പടി ഒപ്പുവെച്ചത് 1931 മാർച്ച് മാസം 5-ാം തീയതി. ഇർവിൻ പ്രഭുവും ഗാന്ധിജിയും ഉള്ളടക്കുന്നതാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. ക്ലിയർ? ദേശീയ നേതാക്കളായ ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ വിമർശിച്ചു അല്ലെങ്കിൽ എതിർത്തു. ദേശീയ ആവശ്യങ്ങളൊന്നും ഗവൺമെന്റ് അംഗീകരിച്ചില്ല.
ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരുടെ വധശിക്ഷ ജീവപര്യന്തമാക്കണമെന്ന ആവശ്യം പോലും അംഗീകരിക്കപ്പെട്ടില്ല. ഈ ആവശ്യങ്ങൾ ഒരുപക്ഷെ ഗാന്ധൻ ഇർവിൻ ഉടമ്പടി ഒപ്പുവെക്കുന്നതിന് മുമ്പ് ഉന്നയിച്ചിരുന്നുവെങ്കിൽ അംഗീകരിക്കപ്പെടുമെന്നായിരുന്നു ആരുടെ കാഴ്ചപ്പാട്? ജവഹർലാൽ നെഹ്റുവിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും. അതുകൊണ്ടാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ എതിർത്തത്. രണ്ടാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത് 1931 സെപ്റ്റംബർ 7. വൈസ്രോയി വെല്ലിംഗ്ടൺ ഗ്രൂപ്പാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഗാന്ധിജി എന്നിവർ പങ്കെടുത്ത ഒരേ ഒരു വട്ടമേശ സമ്മേളനം. ഡോക്ടർ ബി.ആർ. അംബേദ്കർ അധസ്ഥിതരുടെ പ്രതിനിധിയായി പങ്കെടുത്തു. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട്, സരോജിനി നായിഡു വനിതകളുടെ പ്രതിനിധിയായിട്ട്, തേജ് ബഹദൂർ സപ്രു ലിബറൽ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട്, മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ ഉപദേശകനായി പ്രവർത്തിച്ചത് മദൻ മോഹൻ മാളവ്യ തന്നെ. രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ടതായിട്ട് കണക്കാക്കുന്നു. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുത്തെങ്കിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് ആവശ്യപ്പെട്ടു, അതേക്കുറിച്ച് ചർച്ച ചെയ്യാത്തതുകൊണ്ട് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോന്നു ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് പരാജയമായി കണക്കാക്കുന്നു. സമ്മേളനം അവസാനിച്ചത് 1931 ഡിസംബർ മാസം 1 രണ്ടാം വട്ടമേശ സമ്മേളനത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്, ഞാൻ അവരോട് അപ്പം ചോദിച്ചു, അവർ എനിക്ക് കല്ല് പ്രതിഫലമായി നൽകി. വിൻസെന്റ് ചർച്ചിൽ ഗാന്ധിജിയെ പരിഹസിച്ച് വിളിച്ചത് അർദ്ധനഗ്നായ പട്ടി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിച്ചത് 1932 ജനുവരി മാസം 3 മൂന്നാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത് 1932 നവംബർ 17. കോൺഗ്രസ് പങ്കെടുത്തില്ല. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയുടെ ഔദ്യോഗിക രേഖയായി ധവളപത്രം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചത് മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ. അത് പ്രകാരം പുറപ്പെടുവിച്ചത് 1933 നമ്മൾ വൈസ്രോയിമാര് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണൽ അവാർഡ് പാസ്സാക്കിയതും മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ. എന്താണ് കമ്മ്യൂണൽ അവാർഡ്? അധസ്ഥിതർ, പിന്നോക്ക വിഭാഗം, ന്യൂനപക്ഷം എന്നിവർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുന്നു. ഈ കമ്മ്യൂണൽ അവാർഡിനെ എതിർത്ത വ്യക്തിയാണ് ഗാന്ധിജി. അനുകൂലിച്ച വ്യക്തി ബി.ആർ. അംബേദ്കർ. ഒടുവിൽ ഗാന്ധിജിയുടെ ആവശ്യത്തിന് വഴങ്ങി ഇത് നടപ്പിലാക്കേണ്ടതില്ല എന്ന് ബി.ആർ. അംബേദ്കർ അംഗീകരിക്കുന്നു. അങ്ങനെ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് പൂനെ ഉടമ്പടി. ഏത് വർഷം? 1932. ആ സമയത്ത് ഗാന്ധിജി ജയിലിലായിരുന്നത് കൊണ്ട് ഗാന്ധിജിക്ക് വേണ്ടി പൂനെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മദൻ മോഹൻ മാളവ്യയുമായിരുന്നു. ഈ മൂന്നാം വട്ടമേശ സമ്മേളനം അവസാനിച്ചത് 1932 ഡിസംബർ 24. 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത പ്രമുഖർ: ഡോക്ടർ ബി.ആർ. അംബേദ്കർ അധസ്ഥിതരുടെ പ്രതിനിധിയായിട്ട്, തേജ് ബഹദൂർ സപ്രു ലിബറൽ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട്, ജനാല ഷാനവാസ് വനിതകളുടെ പ്രതിനിധിയായിട്ട്, എം.ആർ. ജയകൻ ഹിന്ദുമതത്തിന്റെ പ്രതിനിധിയായിട്ട്, എൻ.എം. ജോഷി ലേബർ പാർട്ടിയുടെ നേതാവായിട്ട്, ഹെൻറി ഗിഡ്നി ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ട്, രാമസ്വാമി മുതലിയാർ ജസ്റ്റിസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ട്, ആഗാ ഖാൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട്. PSC പ്രാധാന്യത്തോടെ ചോദിക്കും. പേരുകൾ ഒന്ന് ഉറപ്പിച്ച് വായിച്ചു വെക്കുക. ഒരു 2-3 തവണ റിവിഷൻ ചെയ്ത് നമ്മൾ മനസ്സിൽ നിന്നോളൂ, കാണാതെ പഠിക്കേണ്ട കേട്ടോ. ഒന്ന് വായിച്ച് പറഞ്ഞേ. 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്ത പ്രമുഖർ ആരൊക്കെ? അംബേദ്കർ, തേജ് ബഹദൂർ സപ്രു, ജനാല ഷാനവാസ്, എം.ആർ. ജയകൻ, എൻ.എം. ജോഷി, ദെൻ ഹെൻറി ഗിഡ്നി, പിന്നെ രാമസ്വാമി മുതലിയാർ, ആഗാ ഖാൻ. സെറ്റ് അല്ലേ? അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ പ്രധാനമായും വട്ടമേശ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിൽ നടന്ന രണ്ടാമത്തെ അഖിലേന്ത്യാ സമരമായ നിയമലംഘന പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചുറപ്പിക്കും. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച ലാഹോർ സമ്മേളനത്തിന്റെ തീരുമാനവും നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുത്ത ആദ്യ സമരമായ ഉപ്പ് സത്യാഗ്രഹവും നമ്മൾ പഠിച്ചുറപ്പിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ കൃത്യമായി പഠിച്ചുറപ്പിക്കുക, കൃത്യമായി റിവിഷൻ ചെയ്യുക, മുന്നോട്ട് പോവുക. ബി ഹാപ്പി ആൾവേസ്. ബൈ ബൈ.